പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിൽക്കുന്ന നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള വരവൂർ പഞ്ചായത്തിലെ പിലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. നിങ്ങളൊക്കെ ഒരുപക്ഷെ ന്യൂസ് കണ്ടു കാണും. നമ്മുടെ പിലക്കാടിനടുത്ത് ഒരു ഉൾപ്രദേശമുണ്ട്. ഒരു വാഴ കൃഷിയൊക്കെ ചെയ്യുന്നൊരു സ്ഥലം. ആ ഒരു ഭാഗത്ത് പന്നിക്ക് വേണ്ടിയിട്ട് കറണ്ട് എർത്തിട്ടതാണ്. ആ എർത്തിൽ നിർഭാഗ്യവശാൽ രണ്ട് സഹോദരങ്ങൾ, അതായത് സ്വന്തം ജ്യേഷ്ഠനും അനുജനുമാണ്. ഒരാൾക്ക് 61 വയസ്സായി എന്ന് പറയുന്നു, ഒരാൾക്ക് 58 വയസ്സായി എന്ന് പറയുന്നു. ഈ രണ്ടു പേരും ദാരുണമായിട്ട് ഈ വൈദ്യുതിയിൽ പോയി അകപ്പെട്ട് രണ്ടുപേരും മരണപ്പെട്ടു. ആ കൂട്ടത്തിൽ ഒരു പന്നി കണ്ടോ, ആ പന്നിയും ഈ കമ്പിയിൽ തന്നെ ഷോക്കേറ്റ് ചത്തതാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പരിസര പ്രദേശം നമ്മുടെ സ്വന്തമാണ് എന്ന് കരുതരുത്. നമ്മളെപ്പോലെ മറ്റ് പല ആളുകളും നമ്മുടെ പരിസരത്തൊക്കെ നടക്കുന്നുണ്ടാവും. ഈ സഹോദരങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ ചെറുപ്പം മുതലേ ഒരുമിച്ച് നടക്കുന്ന ആളുകളാണ്. തന്നെയല്ല, ഒരാൾ കല്യാണം കഴിച്ചിട്ടില്ല, ഒരാൾക്ക് 2 മക്കളുണ്ട് എന്ന് പറയുന്നു. മക്കൾ ഒരാൾ ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. വലിയ വയസ്സൊന്നും ആവാത്ത കുട്ടികളാണ്. അപ്പോൾ ഈ സ്ഥലത്താണ് ഈ വൈദ്യുതി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിട്ടതോ ഇതിൻ്റെ ശരിയായ വശം എന്ന് പറഞ്ഞാൽ എല്ലാം അനധികൃതമായിട്ടുള്ള സംഭവം തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ലൈൻ കമ്പി പോണതിൽ നിന്ന് കമ്പി കൊളത്തി പാടത്ത് ഇതുണ്ടോ, കുറ്റി കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ കുറ്റികളുടെ മുകളിലൂടെ ലൈൻ കൊടുത്തിരിക്കുക. ഈ ലൈൻ കൊടുത്തതിലാണ് ഇവർ പോയി പെട്ടത്. ഇവരകപ്പെടാൻ കാരണം, ഇവർ 2 പേരും മീൻ പിടിക്കാൻ വേണ്ടി സാധാരണ ഈ വഴിക്ക് പോകാറുള്ള ആളുകളാണ്. ഇവിടെ ഈ കാണുന്ന മുകളിലും താഴെ ഇതുണ്ടോ, ഒരു ചാല് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ചാലിലൂടെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. മുകളിലും ഒരു കുളമുണ്ട്, താഴത്തും ഒരു കുളമുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇവർ പിടിച്ച 2 ബ്രാലുകളും ഈ ഭാഗത്ത് കിടപ്പുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഈ വെളുത്ത് കാണുന്നത് ഈ 2 ബ്രാല്. ഈ കാണുന്ന കുപ്പി. ഈ സ്ഥലത്താണ് ഈ 2 ആളുകളും മരണപ്പെട്ട് കിടന്നിരുന്നത്. അതായത് ഇവർ രാത്രി കാലങ്ങളിൽ സർവ്വസാധാരണ ഈ വഴിക്ക് പോകാറുണ്ട് എന്ന് പറയുന്നു. ഈ പരിസരങ്ങളിൽ എങ്ങനെയെന്ന് വെച്ചാൽ 4 ഭാഗവും വീടുള്ള സ്ഥലമാണ്. അതിൻ്റെ ഇടയിൽ ഒരു തുരുത്ത് മാതിരി ഒരു പാടാണിത്. കാരണം ഈ 4 ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തെ ആളുകൾ ഈ ഭാഗത്ത് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റ് ഭാഗങ്ങളിലുള്ള ആളുകൾ ഒരിക്കലും അറിയപ്പെടില്ല. അപ്പോൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ഒരാളും മെനക്കെടരുത്. കാരണം നമുക്കറിയാം, അതാ ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ, നമ്മുടെ പരിസരങ്ങളിൽ നമ്മൾ മാത്രമല്ല പല ആളുകളും ഒരുപക്ഷെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ പല പ്രവർത്തനങ്ങൾക്കും നടക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ഒരു പന്നിയെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതന്നെ തെറ്റുള്ള കാര്യമാണ്. കാരണം അത് ഇലക്ട്രിസിറ്റിയുടെ KCBയുടെ കാലിൻ്റെ മുകളിൽ നിന്ന്, ഈ കണ്ട പോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് ലൈൻ വലിച്ച് അതിലാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. എല്ലാം തെറ്റായ കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ നടന്നതിന് ഒരു പക്ഷേ ഇതൊന്നും പുറത്തറിയപ്പെടുക അല്ലെങ്കിൽ ഒന്നും സംഭവിക്കുമായിരുന്നില്ലായിരിക്കാം. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം, ഒരു ആപത്ത് വരുമ്പോൾ, അതായത് ഇവിടെ 2 ജീവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിലമതിക്കാനാവാത്തതാണ്. നമുക്കൊരിക്കലും ഇനി തിരിച്ച് എടുക്കാൻ പറ്റാത്തൊരു സംഭവങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാവിധ നടപടികളും കഴിഞ്ഞായിട്ട് വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണിത്. KCBയുടെ ആളുകളുണ്ട്, ഫോറസ്റ്റിൻ്റെ ആളുകളുണ്ട്, അതുപോലെ തന്നെ പോലീസുണ്ട്. എല്ലാ വിഭാഗം കൂടി ഉൾപ്പെടുന്ന ഒരു രീതിയാണ് ഇവിടെ അവലംബിക്കേണ്ടതെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. കാരണം ഇത് 3 കേസായിട്ട് വരുന്നതാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് ശരിക്കും നേരെ പോകുന്നത് നമ്മുടെ തലശ്ശേരി നിന്ന് വരൂരിക്ക് പോകുന്ന റോഡ്. അതിൻ്റെ ഇപ്പുറത്ത് ഇപ്പോൾ ഈ സംഭവം നടന്നതിൻ്റെ ഇപ്പുറത്ത് തന്നെ ചെറിയൊരു പോക്കറ്റ് വഴിയുണ്ട്. അത് തലശ്ശേരിയിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ പിലക്കാട് ഒരു വലിയൊരു അമ്പലമൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്ത് കൂടെ പോകുന്ന ആ ഒരു സ്ഥലം. ഇതിൻ്റെ 2ൻ്റെയും കൂടി നടുകിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പകൽ സമയത്ത് തന്നെ അധികം ആളുകളൊന്നും വരുന്നൊരു ഏരിയയല്ല. രാത്രി
ഇട്ട കാര്യം പറയണോ? പിന്നെ തന്നെയല്ല രാത്രി ഇവർ ഈ പരിസരത്തുള്ള ആളുകൾക്കറിയാം അവിടെ അതൊക്കെ നടക്കുന്നതെന്ന്. പക്ഷേ ഈ നിർഭാഗ്യവശാൽ ഈ 2 പദ്ധതി ഇട്ട ആളുകൾ തമ്മിലും ഈ 2 പദ്ധതിയും അറിയപ്പെടാതെ പോയി. അതുകൊണ്ടാണ് ഇത്തരം വലിയൊരു അപകടം ഇവിടെ സംഭവിക്കാൻ കാരണം. ഇനിയെങ്കിലും പിന്നെ ഇത്തരം കാര്യങ്ങളൊന്നും ആരും ആവർത്തിക്കുകയോ അനുകരിക്കുകയോ ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. കാരണം നമുക്ക് ഇതിൻ്റെ മുന്നേയും പല അനുഭവങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഈ വൈദ്യുതി ആഘാതമേറ്റിട്ട് പെട്ടെന്ന് മരിക്കുക എന്നുള്ളത് വല്ലാത്തൊരു സംഭവമാണ്. അവർ ഒരിക്കലും ഈ സഹോദരങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞങ്ങൾ ഈ മീൻ പിടിക്കാൻ പോകുന്നത് ഞങ്ങളുടെ മരണത്തിലേക്കുള്ള യാത്രയാണെന്ന്. കാരണം അങ്ങനെയല്ലല്ലോ, സാധാരണ പോണ ആളുകളാണ്, സാധാരണ ഇപ്പോൾ അടുത്തുകൂടി പോയി മീൻ പിടിച്ചു വന്ന ആളുകളാണെന്ന് പറയുന്നു. ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ.